ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. പ്രൈം ടൈം തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ പാലക്കാട് ഇന്ന് നടന്നത് അക്ഷരാർത്ഥത്തിൽ ഇക്കാലം അത്രയും കാണാത്ത ഒരു കൊട്ടിക്കലാശമായിരുന്നു. ചൂടൊക്കെ അതിൻ്റെ വേറെ ലെവലിലായിരുന്നു. ആവേശവും ചൂടും ചൂരും വല്ലാത്തൊരു അനുഭവമായി ഇന്നത്തെ കുട്ടിക്കലാശം. ഏതാണ്ട് 2 മണിക്ക് നമ്മുടെ കുട്ടിക്കലാശത്തിൻ്റെ സംപ്രേഷണം നിങ്ങൾ കണ്ടതാണ്. 6 മണി വരെ നീണ്ടുപോയ കുട്ടിക്കലാശം ഒരു ഒന്നൊന്നര കലാശം തന്നെയായിരുന്നു. എൻ്റെ അപ്പാ ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഞാൻ മനസ്സും ശരീരവും ആത്മാവും കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. പാലക്കാട്ടെ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് വൈകുന്നേരം കൊടിയിറങ്ങി. മറ്റന്നാൾ പാലക്കാട്ടെ ജനത വിധിയെഴുതും. നാളെ നിശബ്ദ പ്രചാരണമാണ്. തിരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം ഇന്നത്തെ മുഴുവൻ വാർത്തകൾ, നാളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്നത്തെ വാർത്തയ്ക്കപ്പുറം അറിഞ്ഞിരിക്കേണ്ട ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, സാധ്യതകളെല്ലാം ഇന്ന് നമ്മൾ ആഴത്തിൽ അവഗാഹത്തോടെ പരിശോധിക്കുന്ന പ്രൈം ടൈം വിത്ത് SKN 1.5 മണിക്കൂർ ദൈർഘ്യത്തിൽ നമ്മൾ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പ്രൈം ടൈം തുടരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ വിജയം ഉറപ്പാവുകയാണ്. തുടങ്ങിയതാണ് അതിന്റെ കൊട്ടിക്കലാശം എന്ന അതിന്റെ പരിപൂർണത. എന്റെ ആത്മവിശ്വാസം ഈ ജനത്തെ നോക്കി കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 70,000-ൽ കുറയാത്ത വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് ജനങ്ങൾ സമ്മാനിക്കുമെന്ന്. കേരളപ്പോര് പവേർഡ് ബൈ KLM മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ-സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. നിങ്ങൾക്കറിയാം, തിരഞ്ഞെടുപ്പ് ആവേശം ആകാശത്തോളം ഉയർത്തിയാണ് പാലക്കാട്ടെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊടിയിറങ്ങിയത്. കൊട്ടിക്കലാശം ഒരു ഒന്നൊന്നര കലാശം തന്നെയായിരുന്നു. ഇനി നാളെ നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകൾ. അത് കഴിഞ്ഞാൽ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ വിധിയെഴുതും. ആരാണ് പാലക്കാടിനെ കേരള നിയമസഭയിലേക്ക് ഒരു ചെറിയ കാലഘട്ടത്തിലേക്കാണെങ്കിൽ പോലും പ്രതിനിധീകരിക്കേണ്ടത്? പാലക്കാട്ടെ ജനത മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നാളെയും പ്രചാരണ പരിപാടികളുണ്ട്. ആരും അറിയാതെ കാതോട് കാതോരം. പ്രഖ്യാപനം വന്ന അന്ന് മുതൽ രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഒരു മൾട്ടിസ്റ്റാർ സിനിമയുടെ കഥ പോലെ സർപ്രൈസുകളും ട്വിസ്റ്റുകളും തുടരെ വന്നു. 27 ദിവസത്തെ പ്രചാരണത്തിന്റെ ആവേശം കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷം വരെയും പ്രകടമായി. കറകളഞ്ഞ കോൺഗ്രസുകാരനായ സരിനെ കളം മാറ്റി സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം ആദ്യ സർപ്രൈസ് ഒരുക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷരെ സ്ഥാനാർത്ഥിയാക്കിയ UDFന് വെല്ലുവിളിയായി കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ വിള്ളലുണ്ടാക്കി എതിരാളിയെ പ്രഖ്യാപിച്ചത് മുതൽക്കൂട്ടാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. മന്ത്രി MB രാജേഷും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമാണ് സരിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. കോൺഗ്രസും BJPയും തമ്മിലാണ് പ്രധാന മത്സരമെന്ന വാദത്തെ തള്ളുന്ന തരത്തിലുള്ള പ്രചരണത്തിനാണ് കലാശക്കൊട്ടിന്റെ അവസാന നിമിഷവും CPIM നേതൃത്വം നൽകിയത്. ഷാഫി പറമ്പിലിന്റെ രാജിക്ക് പിന്നാലെ ഒഴിവു വന്ന സീറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തീരുമാനിക്കുമ്പോൾ ഇത്രയും കടുത്ത മത്സരം കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് സംശയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം BJP കോൺഗ്രസ് ഡീലാണെന്ന CPIMന്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയ UDFന്റെ ക്യാമ്പയിൻ പിന്നീട് പിണറായി സർക്കാരിന്റെ ഭരണവീഴ്ചയിലേക്കും വികസന പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോകാനായെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് ചോദിച്ച സന്ദീപ് വാര്യർ കൊട്ടിക്കലാശമാകുമ്പോഴേക്കും UDF ക്യാമ്പിലേക്ക് എത്തി എന്നത് തന്നെയാണ് UDFന്റെ മറുപടി. ഈ പറയുന്ന പെട്ടിവാദവും ഇരട്ട വോട്ടൊക്കെ ഷാഫി പറമ്പിലെ ജനപ്രീതിയിലും VD സതീഷിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയിലും മറികടക്കാൻ കഴിയും എന്നു തന്നെയാണ് UDFന്റെ കണക്കുകൂട്ടൽ. UDFും LDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അല്പം വൈകിയാണ് BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ഇറക്കിയത്. പാലക്കാട്ടുകാർക്ക് പരിചിതനായ C കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചതിലൂടെ പ്രചാരണത്തിൽ മറ്റു മുന്നണികൾക്കൊപ്പമെത്താൻ BJPക്കായി.
ഗുണം ചെയ്യുമെന്ന് BJPക്ക് അറിയാം. ഒപ്പം പാർട്ടിയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് ഉറച്ച പാർട്ടി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തില്ലെന്നും BJP കണക്കുകൂട്ടുന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും നിയമസഭയിൽ താമര വിരിയിക്കാനാകുമെന്ന ആത്മവിശ്വാസം ഉറപ്പിക്കുന്നതായിരുന്നു BJPയുടെ ഈ കൊട്ടിക്കലാശം. ദിവസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ അവസാനം. ജനം വിധി എഴുതുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇനി പ്രചാരണം കാതോട് കാതോരം. ടീം 24 പാലക്കാട്. പവിത്രൻ പാതിരപ്പറ്റ യൂട്യൂബിൽ പറയുന്നു, കുട്ടി കലാശക്കൊട്ടിന് അധികം വേണ്ട, കാരണം ലൈവ് ഞങ്ങൾ കണ്ടതാ. ലൈവ് കാണാത്ത ആളുകൾ ഉണ്ടാകും. പവിത്രൻ പാതിരപ്പറ്റെ, നമുക്ക് അവരെ കൂടി ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ? എന്തായാലും വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. കട്ടയ്ക്കുള്ള പോരാട്ടമാണ് നടന്നത്. നാളെ നിശബ്ദ പ്രചാരണ പരിപാടിയിലും ഈ കട്ടയ്ക്കുള്ള പോരാട്ടം തുടരും. നമുക്ക് 23-ാം തീയതി മാത്രമേ അറിയൂ ആരാണ് വിജയ കസേര കവർന്നെടുക്കുന്നത് എന്ന്. എന്തായാലും ഈ സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വലിയ കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഈ മൂന്ന് പ്രതിനിധികളും. മതേതര മുന്നണിയുടെ മതേതര ബോധ്യങ്ങളുടെ ആവേശം, പാലക്കാടിന്റെ ആവേശം നമ്മൾ കാണുന്നുണ്ടല്ലോ. ആവേശം ഇങ്ങനെ തുടങ്ങിയതാണ്. അതിന്റെ കൊട്ടിക്കലാശം ഇന്ന് അതിന്റെ പരിപൂർണത. ഞങ്ങൾക്ക് ഓരോ നിമിഷം കഴിയുന്തോറും ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ വിജയം ഉറപ്പാവുകയാണ്. വളരെ വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം, വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം, ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശം, ഇതെല്ലാം ഞങ്ങളുടെ വിജയപ്രതീക്ഷ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. എന്റെ ആത്മവിശ്വാസം ഈ ജനത്തെ നോക്കി കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 70,000-ൽ കുറയാത്ത വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് ജനങ്ങൾ സമ്മാനിക്കുമെന്ന്. സ്റ്റെതസ്കോപ്പ് ആണ് എന്ന് ജനങ്ങളെ ഒന്നുകൂടി കാണിക്കുന്നതിന് വേണ്ടിയാണ്. ചിഹ്നത്തിലൊന്നും ഒരു ആശങ്കയുമില്ല. 9 എന്നുള്ള ക്രമനമ്പറിൽ ഡോക്ടർ പി സരിൻ എന്നുള്ള പേര് വന്നത് പാലക്കാടിന്റെ രജിസ്ട്രേഷൻ നമ്പറിൽ തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. വിപിൻ സി വിജയൻ പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ സി വിജയൻ, ശരിക്കും ഈ പാലക്കാട് കോട്ട പിടിക്കാനുള്ള ഒരു ശ്രമത്തിൽ ഇന്ന് കണ്ടത് ഒരു പൊള്ളി കൊട്ടിക്കലാശം തന്നെയായിരുന്നു. ഇങ്ങനെയും കലാശം കൊട്ടിക്കയറുമോ എന്നായിരുന്നു എൻ്റെ ചിന്ത. പറയൂ. അതേ SKN, പാലക്കാടൻ കോട്ട കുലുക്കിയുള്ള മൂന്ന് മുന്നണികളുടെയും കലാശക്കൊട്ട ഒരു ചെറുപൂരത്തിന് സമാനമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം ആവേശം, ഒരു മാസമായി തുടരുന്ന പ്രചാരണം, വിവാദങ്ങൾ, വാക്പോര്, അത് കൊണ്ടും കൊടുത്തുമുള്ള ഈ ഒരു മാസത്തെ പ്രചാരണത്തിന്റെ എല്ലാ ഊർജവും ആവേശവും ഇന്നത്തെ ഈ കലാശക്കൊട്ടിലുണ്ടായിരുന്നു. മൂന്ന് മുന്നണികളും അത് പരമാവധി അവരുടെ ഒരു കരുത്തും അതുപോലെ തന്നെ ശക്തി പ്രകടനവുമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. LDF സ്ഥാനാർത്ഥി പി സരിനൊപ്പം മന്ത്രി MP രാജേഷ് ഉണ്ടായിരുന്നു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം രമേശ് പിഷാരടി, ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ തുടങ്ങിയവർ. ഇപ്പോൾ C കൃഷ്ണകുമാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ സംസ്ഥാന നേതാക്കളെ ഒക്കെ ഇറക്കിക്കൊണ്ടുള്ള വലിയൊരു പ്രചാരണം, പാട്ടും കൂത്തും അതുപോലെ തന്നെ കാവടിയും എല്ലാ ഉത്സവ അന്തരീക്ഷം തന്നെ എന്ന് തീർത്തും പറയാവുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ കലാശക്കൊട്ട എന്ന് പറയാം. ഒപ്പം തന്നെ ഈ മൂന്ന് മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ തുടക്കത്തിൽ മൂന്ന് മുന്നണികളിലും വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. വോട്ടുകൾ ചിതറിപ്പോകുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മാസത്തിന്റെ അവസാനത്തേക്ക് നോക്കുമ്പോൾ ഈ മൂന്ന് മുന്നണികളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവർക്ക് മൂന്ന് പേർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വിജയിച്ച് കയറാനുള്ള ഒരു സാധ്യതയായിട്ടാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 15,000-ന് മുകളിലുള്ള വോട്ടിന് വിജയിക്കും എന്നുള്ളത് മൂന്ന് മുന്നണികളും ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത്. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഉള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആത്മവിശ്വാസത്തിന്റെ ഒരു ആധാരമാവുന്നത്. ഒപ്പം തന്നെ ഓരോ മുന്നണികളും പറയുന്നത് മറ്റ് മുന്നണികളുടെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അതൊക്കെ തങ്ങളിലേക്ക് കൂടി എത്തും എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരു വോട്ടുറപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. നാളെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമുണ്ട്. അത് വിക്ടോറിയ കോളേജിൽ വെച്ച് നടക്കും. മറ്റന്നാൾ രാവിലെ മുതൽ തന്നെ അങ്ങനെ പാലക്കാട് വോട്ടിംഗ് ബൂത്തിലേക്ക്. SKN. താങ്ക് യു. വിപിൻ സി വിജയൻ പാലക്കാട് നിന്നാണ് വിപിൻ ചേർന്നത്. അനൂപ് ജോസിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശമാണ്. അനൂപ് പറയുന്നത്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാടേ, അവരുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ തോന്നിയതാ. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വിലയുള്ള സാധാരണക്കാർക്ക്
ഇത് കണ്ട് സന്തോഷിക്കാൻ മാത്രം അവകാശം. 23-ാം തീയതി, അതായത് വോട്ട് എണ്ണുന്ന ദിവസം കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ തന്നെ അവരെപ്പോഴും ഉയരത്തിൽ തന്നെ കാണും. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ജനങ്ങളെ മറന്നു കഴിഞ്ഞാൽ അടുത്ത തവണ പണിഷ്മെൻറ്റ് കൃത്യം കിട്ടും. ആ കാര്യത്തിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ വോട്ടേഴ്സ് നല്ല തിരിച്ചറിവുള്ളവരാണ്. അത് നമ്മുടെ നേതാക്കന്മാർക്കും നന്നായിട്ട് അറിയാം. ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചാൽ സമ്മതിദായകരെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പരിഗണിച്ചാൽ മതിയെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അടുത്ത തവണ അടപടലം വീഴും. അതാണ് നമ്മുടെ ചരിത്രം. ഇനി ഇടുക്കിയിലേക്ക് തൂക്കുപാലത്ത് വൻ ചന്ദനവേട്ട. വിൽക്കാൻ സൂക്ഷിച്ച ചന്ദനവുമായി 5 അന്തർ സംസ്ഥാന ചന്ദന മോഷ്ടാക്കളെ വനംവകുപ്പ് പിടികൂടി. സംഘത്തിലെ പ്രധാന കണ്ണി കർണാടകയിലേക്ക് കടന്നുവെന്ന് ഇപ്പോൾ സൂചന ലഭിക്കുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ടെലിഫോണിലുണ്ട്. രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ ഈ ചന്ദന കള്ളക്കടത്തുകാർ മുഴുവൻ അന്യ സംസ്ഥാനക്കാരാണോ? ഈ പിടിയിലായിരിക്കുന്ന 5 പേരും മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 ലക്ഷം രൂപ വിലമതിക്കുന്ന, അതായത് പൊതുവിപണിയിൽ 15 ലക്ഷം രൂപ വിലമതിക്കുന്ന ചന്ദനമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെടുങ്കണ്ടം സന്യാസി ഓട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചന്ദന മരങ്ങൾ മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെയാണ് ഇന്ന് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്യാസിയോട സ്വദേശികളായ ബിജു അജികുമാർ, എസ് ഷിബു, തൂക്കുപാലം സ്വദേശി സച്ചു ബാബു, ചോറ്റുപാറ സ്വദേശി ബാബു ജോസഫ്, രാമക്കൽമേട് സ്വദേശി ഹസൻ കുഞ്ഞ് എന്നിവരാണ് നിലവിൽ വനംവകുപ്പിന്റെ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 45 കിലോ ചന്ദനത്തടിയും ആയുധങ്ങളുമായി പോലീസ് മുൻ തണ്ടർ ബോൾട്ട് അംഗം ഉടുമ്പന്നൂർ സ്വദേശി സുനീഷ് വനംവകുപ്പിന്റെ പിടിയിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ബാക്കി 5 പേരെ പറ്റിയുള്ള വിവരം ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ചന്ദനത്തടികൾ തമിഴ്നാട്ടിലെത്തി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ രീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനി സുനീഷ് ചെറിയാൻ എന്ന് പറയുന്ന ആളാണ്. ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പ് പ്രത്യേക അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ഇന്ത്യ പാക് സമുദ്ര അതിർത്തിയിൽ സംഘർഷാവസ്ഥ. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത 7 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിന്തുടർന്ന് മോചിപ്പിച്ചു. പാക് മാരിടൈം സെക്യൂരിറ്റി കപ്പലിനെ പിന്തുടർന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മോചനം സാധ്യമാക്കിയത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലിഫോണിൽ. ശ്രീനാഥ് ചന്ദ്രൻ, ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നിർബന്ധപൂർവ്വം സമ്മർദ്ദത്തിലൂടെ നമ്മുടെ സൈന്യത്തിന് ഈ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കേണ്ടി വന്നത്? സമുദ്ര അതിർത്തി കടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച കാലഭൈരവ എന്ന കപ്പലിനെ ആദ്യം പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഷിപ്പ് കപ്പൽ പിടികൂടുന്നത്. അതിലെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന 7 മത്സ്യത്തൊഴിലാളികളെ അവർ പിടികൂടുകയും ചെയ്തു. ഈ വിവരം പെട്ടെന്ന് തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ലഭിച്ചു. പെട്ടെന്ന് തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് അഗ്രീം ഈ ഓപ്പറേഷനിലേക്ക് അതിവേഗത്തിൽ പങ്കെടുത്തു. പിന്തുടർന്ന് പാക് മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ നുസ്രത്ത് എന്ന കപ്പലിനെ ഇത് വളഞ്ഞു പിടിക്കുകയായിരുന്നു. കടലിൽ വെച്ച് തന്നെ അതിനെ വളഞ്ഞു പിടിച്ചു. പിന്നീട് മത്സ്യത്തൊഴിലാളികളെ പുറത്തേക്ക് വിടാതെ, അവരെ വിട്ടയക്കാതെ ഈ പാകിസ്ഥാൻ കപ്പലിനെ യാത്ര തുടരാൻ അനുവദിക്കില്ല എന്ന് ശക്തമായ നിലപാടെടുത്തു. ഏതെങ്കിലും തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക്, ആക്രമണത്തിലേക്കോ മറ്റോ പോയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. ഏതായാലും പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കാൻ ഈ സ്ഥലത്ത് വെച്ച് തന്നെ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ഈ സംഘർഷത്തിനിടെ കാലഭൈരവ എന്ന ബോട്ട്, അതായത് മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ബോട്ട് നശിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ് എന്നതാണ് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. ഏതായാലും സമീപകാലത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി ഈ സംഭവത്തിനുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ അറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. മണിപ്പൂരിൽ അക്രമം പടരുന്നു. സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ സന്ദർശനം ഇന്നുണ്ടായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നു. മണിപ്പൂരിൽ 50 കമ്പനി കേന്ദ്രസേനയെ കൂടി വിന്യസിക്കാൻ തീരുമാനമായി. നമ്മുടെ വാർത്താ സംഘം മണിപ്പൂരിലെത്തിയിട്ടുണ്ട്. വിനീത വി ജിയാണ് ഈ വാർത്താ സംഘത്തിൻ്റെ നേതാവ്. ജിജീന്ദ്രനും വിനീത വി ജിയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മുടെ വാർത്താ സംഘം അവിടെ തുടരും. പ്രേക്ഷകരാണ് പറഞ്ഞ വിനീത അങ്ങോട്ട് അയച്ചാലോ? ആ ക്ഷണം തന്നെ നമ്മൾ തീരുമാനിച്ചു. വിനീത ഇന്ന് ഉച്ചയ്ക്ക് മണിപ്പൂരിൽ ലാൻഡ് ചെയ്തു. വിനീത വിജയും ജിജീന്ദ്രനും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നേരിട്ട് കടക്കുന്നു.
മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വസതിക്ക് സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇംഫാലിലാണ്. ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത NDA ഘടകകക്ഷികളുടെ യോഗം ഇന്ന് ഈ വസതിയിലാണ് ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോയ നടപടിക്രമങ്ങളെല്ലാം ആ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഘടകകക്ഷികൾക്കുള്ളിൽ നിന്ന് പോലും വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. എൻ ബിരേൻ സിംഗ് രാജിവെക്കണം അടക്കമുള്ള ചില സമ്മർദ്ദം നേതാക്കളടക്കം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള അത്തരം ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വസതിയിൽ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമൊക്കെയായ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്ന പോലെ തന്നെ സുരക്ഷാ സേന ഇവിടെയുണ്ട്. എല്ലാ വാഹനങ്ങളും ഈ ഭാഗങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് NPP സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ രൂക്ഷ വിമർശനങ്ങൾ അവർ തന്നെ ഉന്നയിച്ചിട്ടുമുണ്ടായിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ ഘട്ടത്തിൽ കൂടി തന്നെയാണ് ഇന്ന് പ്രത്യേക യോഗങ്ങളൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഇന്ന് ഇംഫാലിലും സമാന രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. നാളെയും ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കുക, ഒപ്പം തന്നെ ഈ അക്രമങ്ങൾ തടയുന്നതിന് കൂടുതൽ സുരക്ഷാ സേനയെ ഉൾപ്പെടെ ഇംഫാലിലേക്ക് അടക്കം എത്തിക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോഴിവിടെ പുരോഗമിക്കുന്നത്. ഇംഫാലിലെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ വസതിക്ക് സമീപം നിന്ന് ക്യാമറാമാൻ ജിതേന്ദ്രനൊപ്പം വിനീത VG 24. താങ്ക് യു വിനീത VG. ടേക്ക് കെയർ വിനീത. മണിപ്പൂരിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എല്ലാ കെയറും എടുക്കുക. മണിപ്പൂർ സംഘർഷത്തെ അപലപിച്ച് RSS സംഘർഷം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് RSS. 19 മാസമായി അക്രമം പരിഹരിക്കപ്പെടാത്തത് നിർഭാഗ്യകരമെന്നും RSSൻ്റെ വിമർശനം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ ടെലിഫോണിലാണുള്ളത്. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രത്യക്ഷമായ ഒരു വിമർശനവുമായി RSS സംഘം രംഗത്ത് വന്നത്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം അത് തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പല പാർട്ടികളും ഇതിനോടകം തന്നെ അവരുടേതായ അതൃപ്തികൾ അറിയിച്ചു. NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള NPP പോലും ഒരു ഘട്ടത്തിൽ കൂടുതൽ സമ്മർദ്ദം ബിരേൻ സിംഗ് സർക്കാരിന് മേൽ ബിരേൻ സിംഗ് സർക്കാരിന് മേൽ ചുമത്തുകയുണ്ടായി. സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ബിരേൻ സിംഗിന്റെ നേതൃത്വം ആ നേതൃത്വം മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ RSSും മണിപ്പൂർ സംഘർഷത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് സംഘർഷം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നാണ് RSS പറയുന്നത്. ആ വാക്ക് എടുത്തു തന്നെ പറയുന്നുണ്ട്. ആത്മാർത്ഥമായി ശ്രമിക്കണം, അല്ലാതെ ഉള്ള നീക്കങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് കാര്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തണം. RSSന്റെ മണിപ്പൂർ നേതൃത്വത്തിന്റെ ഒരു പ്രസ്താവനയിലാണ് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരെയുള്ള വിമർശനം. 19 മാസമായി അക്രമം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് ഒരു നിർഭാഗ്യകതയാണെന്ന് കൂടി പറയുന്നുണ്ട്. കാരണം 2023 മെയ് 3-നാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. സർക്കാരുകൾക്ക് നടപടി സ്വീകരിക്കുവാനും സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള സമയം ഒരുപാട് തന്നെ ലഭിച്ചിരുന്നു. എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തുടർച്ചയായ അക്രമങ്ങൾ കാരണം നിരപരാധിയായ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് എന്നതുകൂടി RSS അതിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതൃപ്തികളിൽ അത് RSSന്റെ കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. കാരണം ഇതിനു മുൻപും ഈ സംഘർഷം ആരംഭിച്ച ഘട്ടത്തിലും RSS ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും RSSന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായത്. അത് കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രമായിരുന്നാലും അത് മണിപ്പൂർ സംസ്ഥാനം ഭരിക്കുന്നതായിരുന്നാലും BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരുകൾ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യമാണ് RSS ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. പരമേശ്വരമുള്ള ഒരു കാര്യം പറയുന്നു യൂട്യൂബിൽ. SKN, ആര് ജയിച്ചാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. നമ്മുടെ ഒരു പഴയ ചൊല്ലാണത്. ആര് ജയിച്ചാലും എന്നില്ല. കാര്യം ജനാധിപത്യത്തിൽ അതിൻ്റെ ജീവരക്തമാണ് രാഷ്ട്രീയ കക്ഷികൾ. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ ഉത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതിൻ്റെ ബാക്ക് ബോണാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വേണം. പഴയ കാലമൊന്നുമല്ല കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നൊന്നും പറയാറായിട്ടില്ല. അപ്പോൾ നല്ല ഭരണാധിപന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ബാധ്യതയും കടമയും നമ്മൾ ജനങ്ങൾക്ക് വോട്ടർമാർക്കുണ്ട്. ഇനി
ഇനി ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഗൂണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൽമോൻ ബിഷ്ണോയി അമേരിക്കയിൽ പിടിയിലായി. കാലിഫോർണിയയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 18 കുറ്റങ്ങളാണ് അൽമോൻ ബിഷ്ണോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര നമ്മളെ വിവരം കൂടുതൽ അറിയിക്കും ഇടവേള കഴിയുമ്പോൾ. ബ്രേക്കാണ്. NIA 10 ലക്ഷം രൂപ തലയ്ക്ക് വില പറഞ്ഞിരുന്ന ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൽമോൻ ബിഷ്ണോയി അമേരിക്കയിൽ പിടിയിലായി എന്ന വാർത്ത. കാലിഫോർണിയയിൽ നിന്നാണ് ഇയാളെ ഇന്റർപോൾ അറസ്റ്റ് ചെയ്തത്. 18 കുറ്റങ്ങളാണ് അൽമോൻ ബിഷ്ണോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര താരക റിപ്പോർട്ടിലേക്ക്. കുപ്രസിദ്ധ കുറ്റവാളി ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അമേരിക്കയിൽ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ലോറൻസിന്റെ ഇളയ സഹോദരൻ അൻമോൾ ബിഷ്ണോയിയാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 18ഓളം കുറ്റങ്ങളാണ് അൻമോളിനെതിരെയുള്ള കുറ്റപത്രത്തിലുള്ളത്. നേരത്തെ അൻമോളിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ പാരിതോഷികം NIA പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലേറെ കോളിളക്കം സൃഷ്ടിച്ച NCP ലീഡർ ബാബ സിദ്ദിഖിന്റെ കൊലപാതകവുമായി അൻമോളിന്റെ ബന്ധമുണ്ടെന്നാണ് പോലീസ് നേരത്തെ ആരോപിച്ചിരുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ പറയുന്നത് ഈ കൊലപാതകത്തിന് വേണ്ട സാങ്കേതിക സഹായം, സാമ്പത്തിക സഹായം, ഇത് കൂടാതെ ആയുധങ്ങൾ വരെ എത്തിച്ചു കൊടുത്തതിൽ അൻമോളിന് പങ്കുണ്ടായിരുന്നു. ഇതിലെ മറ്റൊരു കുറ്റാരോപിതനായ സുശീൽ സിംഗ് വഴിയാണ് ഇതൊക്കെ അൻമോൾ ഏകോപിപ്പിച്ചത്. അൻമോൾ ഇത് കൂടാതെ ഈ സിദ്ദിഖിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും ഒക്കെ ചിത്രങ്ങൾ ഈ കൊലയാളികൾക്ക് പങ്കുവയ്ക്കുകയും ചെയ്തതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ഏതാണ്ട് 1 മാസത്തോളം ഈ ഭവനത്തിന്റെ ചുറ്റിനും നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് സിദ്ദിഖിന്റെ കൊലപാതകം നടന്നത്. അൻമോൾ ഇത് കൂടാതെ ബോളിവുഡിലെയും മറ്റ് പല പ്രമുഖരുമായിട്ടുള്ള കൊലപാതക കേസുകളിലും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബി സിംഗർ സിദ്ദു മൂസേവാലയുടെയും ഒക്കെ കൊലപാതകത്തിൽ അൻമോളിന് നേരിട്ട് പങ്കുണ്ട്. അതിന്റെ ഗൂഢാലോചനകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ആരോപണം. താങ്ക് യു മധു കൊട്ടാരക്കര. ഹംസ പറയുന്നത് സ്കേൻ ചുമ്മാ എന്തിനാ പറയുന്നത്? നിങ്ങൾ പറ, ആര് ജയിച്ചാലാണ് സാധാരണ ജനങ്ങൾക്ക് ഗുണമാകുക? യുവാക്കൾ ആരും ഇവിടെ നിൽക്കുന്നില്ല. താങ്കൾ പറഞ്ഞത് വളരെ ശരി. അവസാനം പറഞ്ഞത് യുവാക്കൾ പഠിക്കാനായിട്ട് ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ വിദേശത്തേക്ക് കടക്കുന്നു. കുറേ കാലം കഴിയുമ്പോൾ എന്നെയൊക്കെ തളർത്തുന്ന ഒരു ചിന്ത എങ്ങനെയാണ്? നമ്മളെപ്പോലുള്ള വൃദ്ധജനങ്ങൾ മാത്രം അധിവസിക്കുന്ന മണ്ണായി കേരളം മാറിപ്പോകുമോ എന്ന ഭയം, ആശങ്ക എന്നിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വരണം. സ്ഥാപനങ്ങൾ കൊണ്ടുവരാനുള്ള ക്ലൈമറ്റും നമ്മൾ തന്നെ ഉണ്ടാക്കണം. കാലാവസ്ഥയിലെ പിന്നെ ആരെങ്കിലും ഇവിടെ സ്ഥാപനം ഉണ്ടാക്കാൻ നിൽക്കുമോ? മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 1375 വാർഡുകൾ പുതിയതായി വരും. ആക്ഷേപങ്ങൾ അടുത്ത മാസം 3-ാം തീയതി വരെ സമർപ്പിക്കാൻ കഴിയും. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെഫീദ്, വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ്. ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് പുനർവിഭജനം, അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നതിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കരട് വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ കരട് വിജ്ഞാപനത്തെക്കുറിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും ഡിസംബർ 3 വരെ അറിയിക്കാവുന്നതാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്കോ നേരിട്ടും രജിസ്റ്റേർഡ് തപാലിലും പരാതികളും ആക്ഷേപങ്ങളും നൽകാം. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും എല്ലാ വാർഡുകളെയും അതിർത്തി പുനർനിർണ്ണയിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമങ്ങളിലെ ഭേദഗതി പ്രകാരം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും കുറഞ്ഞത് 14-ഉം കൂടിയത് 24-ഉം വാർഡുകൾ ഉണ്ടാകും. ജില്ലാ പഞ്ചായത്തുകളിൽ യഥാക്രമം 17-ഉം 33-ഉമാണ്. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കുറഞ്ഞത് 26-ഉം ഏറ്റവും കൂടിയത് 53 വാർഡുകളും ഉണ്ടാകും. ഇപ്പോഴത്തെ ഈ പുതുക്കിയ വിജ്ഞാപനത്തിലും പറയുന്ന ഒരു കാര്യം, ഗ്രാമപഞ്ചായത്തുകൾ നിലവിൽ ഇപ്പോൾ 15,962 വാർഡുകളാണുള്ളത്. 1375 വാർഡുകളോട് കൂട്ടിച്ചേർത്ത് 17,337 വാർഡുകളായി മാറും. മുനിസിപ്പാലിറ്റിയിൽ 3,113 എന്നുള്ളത് 3,241 മാറും. കോർപ്പറേഷനിൽ 414 എന്നുള്ളത് 7 വാർഡുകൾ കൂടി പുതുതായി ചേർത്ത് 421 മാറും. ആകെ അങ്ങനെ 19,489 വാർഡുകൾ, 1,510 വാർഡുകൾ കൂടി 20,999 എന്നീ കണക്കിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇനി മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. പാലക്കാടിനെ ആവേശ കൊടുമുടിയിലാക്കി പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. നഗരവീഥികൾ നിറഞ്ഞ് പ്രവർത്തകരുടെ ആവേശ തിരമാല.
ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. പാലക്കാട് മറ്റന്നാൾ ബൂത്തിലേക്ക്. പാലക്കാട്, ചേലക്കര, വയനാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. പാലക്കാട്ടെ ഇരട്ട വോട്ട് ആരോപണത്തിൽ ഇടപെട്ട് പാലക്കാട് ജില്ലാ കളക്ടർ. വിവാദ വോട്ടുകൾ അസാധുവാക്കില്ല, പോളിംഗിന് ശേഷം തുടർ നടപടിയെന്ന് ഡോക്ടർ ചിത്ര. ഇരട്ട വോട്ടിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി LDF നേതൃത്വം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് ഫീസ് ഈടാക്കാൻ നീക്കം. തീരുമാനമെടുക്കേണ്ടത് നാളെ ചേരുന്ന ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗം. യോഗത്തിന്റെ അജണ്ടയുടെ പകർപ്പ് 24-ന്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ പിന്തുണച്ച CPIM രാഷ്ട്രീയ വിമർശനമെന്നും ലീഗ് വർഗീയ ശക്തികളുടെ തടവറയിലെന്നും MP ഗോവിന്ദൻ. വിമർശനം സഹിക്കാൻ വയ്യെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടെ തറവാട്ടിലിരിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. പാണക്കാട് തങ്ങൾക്ക് വിമർശനം സഹിക്കാൻ പറ്റില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരുന്നാൽ, ആത്മീയാചാര്യൻ മാത്രമായിട്ടിരുന്നാൽ ആരും വിമർശിക്കില്ല. ലീഗ് പ്രസിഡന്റാണോ വിമർശിച്ചിരിക്കും. മുഖ്യമന്ത്രിയുടേത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനുള്ള നീക്കമെന്ന് VD സതീശൻ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ നിർണായക നീക്കവുമായി മുസ്ലിം ലീഗ്. വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൗസിലെത്തി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും. പ്രശ്ന പരിഹാരം വൈകരുതെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഇരു നേതാക്കളും. ചർച്ചയിൽ ശുഭാപ്തി വിശ്വാസമെന്ന് മെത്രാൻ സമിതി. ലീഗ് നിലപാടിനെ സ്വാഗതം ചെയ്ത് ഭൂസംരക്ഷണ സമിതി. മണിപ്പൂരിൽ സംഘർഷത്തിനായില്ല. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇംഫാലിൽ. കലാപ മേഖലയിലേക്ക് 50 കമ്പനി കേന്ദ്രസേന കൂടിയെത്തും. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുവെന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങളായി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കർഫ്യൂ ഇപ്പോഴും തുടരുക തന്നെയാണ്. മണിപ്പൂർ സംഘർഷത്തെ അപലപിച്ച RSS മണിപ്പൂരിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി വിനീത വിജിയും വാർത്താ സംഘവും. സാന്റിയാഗോ മാർട്ടിന്റെ വീട്ടിലെയും ഓഫീസുകളിലെയും റെയ്ഡിൽ കള്ളപ്പണം പിടിച്ചെടുത്തു. കണക്കിൽപ്പെടാത്ത 12,41,00,000 രൂപ കണ്ടെടുത്തെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 6,42,00,000 രൂപയുടെ സ്ഥിരം നിക്ഷേപം മരവിപ്പിച്ചു. സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിംസ് വ്യാപകമായി നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തൽ. സംസ്ഥാനത്തെ തദ്ദേശ വാർഡ് പുനർവിഭജനത്തിന്റെ കരട് വിജ്ഞാപനമായി അടുത്ത മാസം 3-ാം തീയതി വരെ ആക്ഷേപങ്ങൾ അറിയിക്കാം. ഗ്രാമപഞ്ചായത്തുകളിൽ അധികമായി വരുന്നത് 1375 വാർഡുകൾ. മുനിസിപ്പാലിറ്റികളിൽ 128ഉം കോർപ്പറേഷനുകളിൽ 7 വാർഡുകൾ കൂട്ടിച്ചേർക്കും. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. ബുധനാഴ്ച ബൂത്തിലെത്തുന്നത് 288 മണ്ഡലങ്ങൾ. വിജയപ്രതീക്ഷയിൽ മഹാവികാസ് അഘാഡിയും മഹായൂതിയും. ജാർഖണ്ഡിലെ അവസാനഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. ആം ആദ്മി പാർട്ടി വിട്ട ഡൽഹി മുൻ മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് BJPയിൽ ചേർന്നു. AIADMKയുമായി സഖ്യമുണ്ടാക്കിയെന്ന വാർത്തകൾ തള്ളി തമിഴക വെട്രിക്കഴകം. വിമർശനങ്ങൾക്ക് പിന്നാലെ സന്ദീപ് വാര്യരെ സ്വീകരിച്ച K മുരളീധരൻ. ഇരുവരും വേദി പങ്കിട്ടത് പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് കോൺഗ്രസ് ഭരണസമിതി ഭരിക്കുന്ന ബാങ്കിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങിനിടെ. സന്ദീപ് വാര്യർ ഇപ്പോഴും RSSകാരനെന്ന് MP ഗോവിന്ദന്റെ പരിഹാസം. BJP നേതാവ് OK വാസുവിനെ മാലയിട്ട് സ്വീകരിച്ചയാളാണ് പിണറായി വിജയനെന്ന് VD സതീശന്റെ തിരിച്ചടി. ഏറ്റവും ജനങ്ങളുടെ എതിർപ്പ് നേരിടാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് 20 രൂപ ഫീസ് ഈടാക്കാൻ നീക്കം നടക്കുന്നു. നാളെ ചേരുന്ന HDS മീറ്റിംഗിൽ തീരുമാനമുണ്ടായേക്കും. യോഗത്തിൻ്റെ അജണ്ടയുടെ പകർപ്പ് 24-ന് കിട്ടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, നാളത്തെ ഈ യോഗത്തിൽ, ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ 20 രൂപ ഫീസ് ഈടാക്കാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ?
ഗുഡ് ഈവനിങ് SKN. എന്തായാലും നാളെ നടക്കാനിരിക്കുന്ന നിർണായകമായ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അജണ്ടയാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും നിർണായകമായി വരുന്നത് 15ാമത്തെ അധിക നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നതിൽ ഒന്നാമതായി വരുന്ന നിർദ്ദേശമാണ്. അതായത് OP ടിക്കറ്റിന് ഫീസ് ഈടാക്കാൻ പോകുന്നു. അത് 20 രൂപ നിരക്കിൽ ഫീസ് ആക്കണം എന്നുള്ള നിർദ്ദേശം നാളെ ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നു. സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജുകൾ ഒരു റെഫറൽ ആശുപത്രിയാണ്. സാധാരണ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിൽ OP എടുത്ത് അവിടുത്തെ ഫീസ് എല്ലാം നൽകി അവിടെ നിന്ന് കൂടുതൽ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന രോഗികൾക്ക് സാധാരണ OP ടിക്കറ്റിന് ഫീസ് വാങ്ങാറില്ല. ഇതുവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫീസ് വാങ്ങിയിട്ടുമില്ല. നേരത്തെ ഇതേ കണക്ക് സമാനമായി ഫീസ് ഈടാക്കാൻ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തീരുമാനിച്ചിരുന്നു. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് അത് ഈടാക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടി ആ തീരുമാനം അന്ന് മരവിപ്പിക്കാനുണ്ടായത്. എന്നാൽ വീണ്ടും ഇതേ തീരുമാനം, അതും 20 രൂപ ഒരാളിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് നൽകിയിരിക്കുന്നു. നാളെയാണ് യോഗം. നാളെ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ കളക്ടറിന്റെ പ്രതിനിധി, ആശുപത്രിയെ പ്രതിനിധീകരിച്ച് സൂപ്രണ്ട്, കൂടാതെ വാർഡിലെ കൗൺസിലർ, മറ്റ് വിവിധ പാർട്ടിയിലെ നേതാക്കൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സന്ദേശം EM നജീബ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് CBI അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിയമപരമായ നടപടിയെടുത്തുകളെയും വിർച്വൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന സംഘത്തിനെതിരെ കരുതിയിരിക്കണം എന്ന് SBI കസ്റ്റമേഴ്സിനെ SBI അറിയിക്കുന്നതായി ഒരു സൂചന നൽകുന്ന ഒരു മെസ്സേജ് ഈ കിംസിൻ്റെ ഡയറക്ടർ കൂടിയായ EM നജീബ് അറിയിച്ചിരിക്കുന്നു. താങ്ക്സ് EM നജീബ്. ജനങ്ങളാണ് ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു, അദ്ദേഹം ഈ മെസ്സേജ് അയച്ചു തന്ന സാഹചര്യത്തിൽ ഒരു വിർച്വൽ അറസ്റ്റും ഒരു ഏജൻസിയും ഇന്ത്യയിൽ ചെയ്യില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിർച്വൽ അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ നിയമമില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിലെ PMA സലാം ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. എൻ്റെ തത്സമയം ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞുകൊണ്ട് അതെങ്ങനെ തീരുമാനമാവുക? AP സമസ്തയുടെയും EK സമസ്തയുടെയും ഒക്കെ നേതാക്കൾ മുസ്ലിം മതസംഘടനാ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അവരെ ഇരുത്തിയിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. അവരും പത്രസമ്മേളനത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ മൊത്തം തീരുമാനം. അതിലെല്ലാ സംഘടനകളും ഉണ്ട്. അത് അവരോടല്ല ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഞാനെങ്ങനെ പറയാ? അല്ല, അത് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും, കൃത്യമായി പറഞ്ഞുതരും. അല്ല, ഞങ്ങൾ മുസ്ലിം ലീഗും മുസ്ലിം മതസംഘടനകളും വ്യക്തമായി അതിൻ്റെ നയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോ കാര്യങ്ങളും എങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം മാറില്ല. കൃത്യമായ അഭിപ്രായം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാകരുത്. ഞങ്ങൾ ഗവൺമെൻറ്റിനോടാണ് പെട്ടെന്ന് ഇടപെട്ട് സൗഹാർദ്ദം ഉണ്ടാക്കണം, കുഴപ്പമുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞത്. അതേ ഇതുവരെ ആക്ട് ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ആക്ട് ചെയ്തു. ഇന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും വാരാപ്പുഴയിൽ ആർച്ച് ബിഷപ്പിനെ സന്ദർശിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് രമ്യതയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അവർക്ക് സാമുദായിക സംഘർഷം ഉണ്ടാക്കി അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കണം. അവർക്ക് രാഷ്ട്രീയമായി നിലനിൽക്കണം. അതിന് സാമുദായിക അജണ്ട സംഘർഷം മാത്രമാണ് അജണ്ട. പാലക്കാടും മുഖ്യമന്ത്രിയുടെ പ്രചാരണത്തിനൊക്കെ കിട്ടിയ ജനപിന്തുണ അദ്ദേഹം ദർശിച്ചതാണ്. ഇത്രയും ശുഷ്കമായ ജനക്കൂട്ടം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മാത്രമേ പാലക്കാട്ടുമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അത് അവരെ നന്നായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം, അതിന് കാരണം മുസ്ലിം ലീഗും സാദിഖ് അലി ശിഹാബ് തങ്ങളും ആണ് എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത്തരം വിഷലിപ്തമായ വാക്കുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്നു. KM ഷാജി മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾക്കെതിരായിട്ടൊന്നും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ നയങ്ങൾ മാത്രമേ ഷാജി പറഞ്ഞിട്ടുള്ളൂ. പിന്നെന്താ? മുസ്ലിം ലീഗിൻ്റെ നയമല്ലാത്തൊരു നയം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമോ? ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്ക് പറഞ്ഞില്ല. മുസ്ലിം ലീഗ്
ജനറൽ സെക്രട്ടറി PMA സലാം സംസാരിക്കുകയായിരുന്നു. ഷാനവാസ് പറയുന്നു, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളാണ്. അവിടെയും പിഴിച്ചിലാണ്. ഈ പിഴിച്ചിലൊന്നും നടക്കില്ല. കാരണം സാധാരണക്കാർക്ക് ഒരു അഭയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ. അവിടെ OP ടിക്കറ്റിന് പൈസ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതും ചർച്ചയൊക്കെ ചെയ്ത് ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തിട്ട് വേണം ചെയ്യാൻ. 20 രൂപ ചെറിയ എമൗണ്ടാണ് എന്ന് തോന്നുമെങ്കിലും അത് സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ അതുപോലും താങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഈ മെഡിക്കൽ കോളേജുകളെ ശരണം പ്രാപിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ നിലപാട് കടുപ്പിച്ച മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയുടെ വിമർശനം സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനമെന്ന് ലീഗ് മുഖപത്രം ചന്ദ്രിക ഇന്ന് പറഞ്ഞു. ലീഗിന് വർഗീയ അജണ്ടകളില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തെയാണ് ലീഗ് മുഖപത്രമായ ചന്ദ്രിക കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. പാണക്കാട് തങ്ങളെ പിണറായി അളക്കണ്ട എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ. മുഖ്യമന്ത്രിയുടെ അസ്വസ്ഥതയ്ക്ക് കാരണം സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനം എന്ന എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി സംഘപരിവാറിന് കൈത്താങ് നൽകുകയാണെന്നും വിമർശിക്കുന്നു. ലീഗിന് വർഗീയ മുഖം നൽകാൻ ശ്രമിക്കുന്നവർ മോശക്കാരാകുമെന്ന് ഓർമ്മപ്പെടുത്തിയായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. കമ്മ്യൂണൽ ഡിവൈഡും വർഗീയതയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അങ്ങനെ ഞങ്ങളെപ്പറ്റി പറയാൻ നോക്കിയിട്ട് കാര്യമില്ല, പറഞ്ഞോലും മോശമാവുള്ളൂ. പാണക്കാട് തങ്ങളുടെ മെക്കിട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് KM ഷാജി. ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കുകയാണെന്നുള്ള ഒരു വിചാരം ഒരുത്തനും വേണ്ട. സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത്, എല്ലാവരോടാണ്, മുഖ്യമന്ത്രിയോട് മാത്രമല്ല. മനസ്സിലായിട്ടല്ലോ നിങ്ങൾക്ക്? സന്ദീപ് വാര്യർ പാണക്കാട് എത്തിയതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിനെയും പാണക്കാട് സാദിഖ് അലി തങ്ങളെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. 24 കോഴിക്കോട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ CPM ഇന്ന് ന്യായീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും K സുരേന്ദ്രന്റെയും ശബ്ദം ഒന്നുപോലെയാണെന്ന് VD സതീശൻ ഇന്ന് പരിഹസിച്ചു. സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനത്തെ ചോദ്യം ചെയ്ത BJPയും ഇന്ന് രംഗത്ത് വന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ തെറ്റില്ലെന്നാണ് CPIM നിലപാട്. മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വിമർശന വിധേയമാക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. വിമർശിച്ചത് മതത്തെയോ മതനേതാവിനെയോ അല്ല, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും അതിന് നേതൃത്വത്തിലുള്ളവരും ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം വിമർശിക്കപ്പെടും. അത് സ്വാഭാവികമല്ലേ? അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന നില രാഷ്ട്രീയത്തിൽ മതം കലർത്തലാണ്. വിമർശനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരിക്കണമെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കളെ വിമർശിക്കാമെങ്കിൽ പാണക്കാട് തങ്ങളെയും വിമർശിക്കാം. പാണക്കാട് തങ്ങൾക്ക് വിമർശനം സഹിക്കാൻ പറ്റില്ലെങ്കിൽ ലീഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് തറവാട്ടിലിരുന്നാൽ, ആത്മീയാചാര്യൻ മാത്രമായിട്ടിരുന്നാൽ ആരും വിമർശിക്കില്ല. പാണക്കാട് തങ്ങളെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനെന്ന് VD സതീശന്റെ മറുപടി. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ ആദ്യം PR ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണോ കേരളത്തിലെ ആത്മീയാചാര്യനെന്നായിരുന്നു K സുരേന്ദ്രന്റെ ചോദ്യം. മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? 24 പാലക്കാട്. ഒരുപാട് വാർത്തകൾ വന്നൊരു വാർത്താ പകലാണ് കടന്നുപോയത്. ഇന്ന് വാർത്താ ചാനലിൽ കാണാതെ പോയവർക്കും അതുപോലെ ആ വാർത്തകളിലൂടെ ഒരു മിന്നുന്ന ഓട്ടപ്രദർശനം നടത്താൻ താല്പര്യമുള്ളവർക്കുമായിട്ട് പകൽ വന്ന വാർത്തകൾ മുഴുവനായി സംക്ഷിപ്തമായി വാർത്താ പകൽ. മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാതെ പോലീസ്. കൊല്ലം DCC ജനറൽ സെക്രട്ടറി പരാതി നൽകിയിട്ട് ഒരാഴ്ച. നിയമോപദേശം ലഭിച്ചിട്ടില്ല എന്ന പോലീസ് വിശദീകരണം. സംസ്ഥാനത്തെ ഭരണതലപ്പത്ത് IAS ക്ഷാമം. 231 IAS ഉദ്യോഗസ്ഥർ വേണ്ടിയിടത്തുള്ളത് 126 പേർ മാത്രം. ജോലിഭാരം മൂലം സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത് 3 ലക്ഷത്തിലധികം ഫയലുകൾ. വിവാദങ്ങൾക്കിടെ നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ പുറത്തിറങ്ങി.
നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി എത്തിയത് നയൻതാരയുടെ 40ാം പിറന്നാൾ ദിനത്തിൽ. നടനും നിർമ്മാതാവുമായ ധനുഷിന്റെ വക്കീൽ നോട്ടീസ് വകവയ്ക്കാതെ ഞാനും റൌഡിത എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിൽ. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യമന്ത്രി. കോളേജ് അധികൃതരുടെയും അമ്മുവിന്റെ മാതാവിന്റെയും മൊഴി രേഖപ്പെടുത്തി പോലീസ്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കോളേജിലേക്ക് ABVP മാർച്ച്. KM ഷാജിക്കെതിരെ സമസ്ത യുവജന വിദ്യാർത്ഥി സംഘടനകൾ. മതപണ്ഡിതരെ ഇകഴ്ത്താൻ പാർട്ടി വേദികൾ ഉപയോഗിക്കുന്ന KM ഷാജിയെ ലീഗ് നിലയ്ക്ക് നിർത്തണമെന്ന് SYS-ഉം SKSSF-ഉം. ആം ആദ്മി പാർട്ടി വിട്ട് കൈലാഷ് ഗെലോട്ടിന് പകരം രഘുവീന്ദർ ഷോക്കീൻ മന്ത്രിയാകും. രാജിവെച്ച കൈലാഷ് ഗെലോട്ട് BJP-യിൽ ചേർന്നു. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയിൽ. കള്ളവോട്ട് നടന്നുവെന്ന് ഹർജിയിൽ ആരോപണം. സഹകരണ വാരാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കാൻ UDF. കൊട്ടാരക്കര കോട്ടപ്പുറത്ത് കാറിടിച്ച് KSRTC ബസിന്റെ പിൻ ടയറുകളും ആക്സിലും ഊരിത്തെറിച്ചു. അപകടത്തിൽപ്പെട്ടത് കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂരിലേക്ക് പോയ ബസ്. പരിക്കേറ്റ കാർ ഡ്രൈവർ ചികിത്സയിൽ. പെരുന്നാളിനിടെയുണ്ടായ സംഘർഷത്തിന്റെ പ്രതികാരത്തിൽ കുന്നംകുളത്ത് വീടിന് തീയിട്ടു. ആക്രമണം വടക്കേക്കാട് സ്വദേശി അജിത്തിന്റെ വീടിന് നേരെ. പ്രതികൾക്കായി തിരച്ചിൽ. തിരുവനന്തപുരത്ത് KSRTC സ്വിഫ്റ്റ് ജീവനക്കാരനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദനം സ്ത്രീയെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതോടെ പ്രതി പൂന്തറ സ്വദേശി സിജോ റിമാൻഡിൽ. ശ്രീലങ്കയിൽ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. ഡോക്ടർ ഹരിണി അമരസൂര്യ പ്രധാനമന്ത്രിയായി തുടരും. മന്ത്രിസഭയിൽ 21 അംഗങ്ങൾ. EP ജയരാജനെതിരെയും PP ദിവ്യക്കെതിരെയും നെയ്യാറ്റിങ്കര ഏരിയ സമ്മേളനത്തിൽ കടുത്ത വിമർശനമുണ്ടായി. സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന രീതിയിലാണ് PP ദിവ്യ പ്രവർത്തിച്ചതെന്ന CPM ഏരിയ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തൽ. EP ജയരാജനുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ പാർട്ടി അണികളുടെ ഊർജ്ജം കെടുത്തുന്നുവെന്നും ഏരിയ സമ്മേളനത്തിൽ വിമർശനം. ഷെവീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത്. ഷെവീദ്, വിശദാംശങ്ങൾ. SK ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. പാർട്ടിയെയും സർക്കാരിനെയും സംബന്ധിച്ച് അവർക്ക് ഒരു പക്ഷേ ഏറെ പ്രിയമല്ലാത്ത ചില വാർത്തകൾ അത് പാർട്ടി സമ്മേളനങ്ങളിൽ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം പിണറായി സർക്കാരിനെതിരെ അടക്കം ചില ഏരിയ സമ്മേളനങ്ങൾ ഉയരുന്ന വിമർശനങ്ങൾ ഇപ്പോൾ പതിവാവുകയാണ്. ഇത് സ്വാഭാവികമായും ജില്ലാ സമ്മേളനങ്ങളിലും അതുവഴി സംസ്ഥാന സമ്മേളനത്തിലും പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യം. നെയ്യാറ്റിങ്കര ഏരിയ സമ്മേളനത്തിലാണ് PP ദിവ്യ, EP ജയരാജൻ എന്നിവർക്കെതിരെ കടുത്ത ഭാഷയിൽ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PP ദിവ്യയുടെ പ്രവർത്തികൾ അത് സർക്കാരിന് പ്രതിച്ഛായ ഭംഗമുണ്ടാക്കി. അതിനുമപ്പുറത്തേക്ക് ജാഗ്രത കുറവ് PP ദിവ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായെന്നടക്കമുള്ള കുറ്റപ്പെടുത്തലാണ് അംഗങ്ങൾ പങ്കുവച്ചത്. EP ജയരാജനെ പരോക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചതെങ്കിൽ കൂടി EP ജയരാജനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ അത് പാർട്ടി പ്രവർത്തകരുടെ ഊർജം നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. പാർട്ടിക്ക് ഗുണകരമല്ലാത്ത രീതിയിലേക്ക് അത് ഭവിക്കുകയും ചെയ്തു എന്നുള്ള വിമർശനം, ആക്ഷേപം അത് സമ്മേളനങ്ങൾ ഉയർന്നു. രണ്ടാം പിണറായി സർക്കാരിനെതിരെയും ചില വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പാർട്ടി അണികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തെറ്റുതിരുത്തി പാർട്ടി മുന്നോട്ട് പോകണമെന്നും ചില അംഗങ്ങൾ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. SK. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ. മറ്റൊരു വാർത്തയിലേക്ക്. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കോടികൾ പൊടിച്ചു സംസ്ഥാന സർക്കാർ എന്ന പരാതി. രണ്ടാം പിണറായി സർക്കാർ പരസ്യ ഹോർഡിങ്ങുകൾക്ക് മാത്രം ചെലവഴിച്ചത് കോടികൾ. 6.5 കോടി രൂപയ്ക്കടുത്ത് വിവിധ ഏജൻസികൾക്കായി സംസ്ഥാന സർക്കാർ നൽകിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത്. അജീഷ്, പറയൂ വിശദാംശങ്ങൾ. SK, എന്തായാലും സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളായി. അത് എല്ലാം അങ്ങാടിപ്പാട്ടുകളാണ്. കാരണം ശമ്പളം കൊടുക്കാൻ പോലും പ്രതിസന്ധിയിലാണ്. പദ്ധതി വിഹിതം പോലും കൃത്യസമയത്ത് നൽകാനാവുന്നില്ല. അങ്ങനെ ഈ പദ്ധതികൾ പോലും കൃത്യസമയത്ത് നടപ്പിലാക്കാനാതെ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നടക്കുമ്പോഴൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങൾ, അതായത് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പരസ്യ ഹോർഡിങ്ങുകളിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ കാണിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിച്ചത് 6 കോടി രൂപയ്ക്ക് അടുത്ത് രൂപ എന്നാണ് വിവരാവകാശ രേഖ പുറത്തു വരുന്നത്. അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം 2021-22 സാമ്പത്തിക വർഷം മാത്രം 1,16,00,000 രൂപ പരസ്യ ഹോർഡിങ്ങുകളിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനായി ചെലവഴിച്ചു. അത് 14 സ്വകാര്യ കമ്പനികൾ വഴിയാണ് ഈ കരാറുകൾ നൽകിയത്. 2022-23 അത് 1,16,00,000 രൂപ തന്നെയാണ്. അപ്പോൾ സ്വകാര്യ കമ്പനികളുടെ എണ്ണം 22 ഉയർന്നു. 2023-24 വർഷങ്ങളിൽ 2,56,00,000
ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ഈ സാമ്പത്തിക വർഷം, അതായത് നടപ്പ് സാമ്പത്തിക വർഷം ഇപ്പോൾ 7 മാസങ്ങൾ പിന്നിടുമ്പോൾ 1,52 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അത് പല നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണ്. അത് റെയിൽ മുതൽ ക്ഷേമ പദ്ധതികൾ വരെയുള്ള നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് സർക്കാർ ഈ തുക ചെലവഴിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചന്ദ്രൻ ചെറിയൽ പറയുന്നു, ഈ നെയ്യാറ്റിങ്കര ഏരിയ സമ്മേളനത്തിൻ്റെ വാർത്ത കണ്ടില്ലേ, ഉഡായിപ്പ് വാർത്തയാണ് SKN. ഉഡായിപ്പ് അല്ല, ഷബീദ് റാവുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൊരു റിലയബിലിറ്റി ഉണ്ട് ചന്ദ്രൻ ചിറയിൽ. അപ്പോൾ ഷംസുദ്ദീൻ പറയുന്നത്, സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ഗതി വരും, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും എന്നാണ് ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തകൾ സത്യസന്ധമാകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏഷ്യാനെറ്റും സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ തന്നെയാണ് എപ്പോഴും ശ്രമിക്കുക. ഇപ്പോൾ സമയം 9:22. സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമാക്കിയ കെ മുരളീധരനും സന്ദീപ് വാര്യരും ഇന്ന് ഒരേ വേദിയിൽ കണ്ടുമുട്ടി. പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരത്ത് പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിൻ്റെ വേദിയിലായിരുന്നു ഇരുവരും ഒരുമിച്ച് കണ്ടത്. കെ മുരളീധരൻ ഷോൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്നേഹപുരസ്സരം സ്വീകരിച്ചു. കെ മുരളീധരന്റെ അതൃപ്തി ചർച്ചയാക്കാൻ കാത്തിരുന്നവർക്ക് നിരാശ. ശ്രീകൃഷ്ണപുരത്തെ കോൺഗ്രസ് ഭരണസമിതി ബാങ്കിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനത്തിനാണ് കെ മുരളീധരനും സന്ദീപ് വാര്യരും ഒരേ വേദിയിലെത്തിയത്. തെല്ലും അമർഷമോ അതൃപ്തിയോ കാണിക്കാതെയാണ് മുരളി സന്ദീപിനെ സ്വീകരിച്ചത്. ഇരുവരും വേദിയിലിരുന്നതും ഒരുമിച്ച്. പരസ്പരം വാനോളം പുകഴ്ത്തിയായിരുന്നു ഇരുവരുടെയും പ്രസംഗം. സന്ദീപിന്റെ പാർട്ടി പ്രവേശനം അറിഞ്ഞത് ചാനൽ വാർത്തകളിലൂടെയെന്ന് കെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്തായാലും മുരളീധരന്റെ അതൃപ്തി നീങ്ങിയെന്ന സൂചന നൽകുന്നതായി നേതാക്കളുടെ വേദി പങ്കിടൽ. 24 പാലക്കാട്. ശബരിമലയിൽ ഇന്നും നല്ല ഭക്തജന തിരക്കായിരുന്നു. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഇന്ന് വൻ ഭക്തജന തിരക്കായിരുന്നു. ഇതുവരെ 70,000 തീർത്ഥാടകരാണ് ദർശനം നടത്തിപ്പോയത്. തിരക്ക് വർദ്ധിച്ചിട്ടും മണിക്കൂറുകൾ കാത്തു നിൽക്കാതെ ദർശനം നടത്താൻ കഴിയുന്ന സൗകര്യം അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. അതിൻ്റെ ആശ്വാസത്തിലാണ് തീർത്ഥാടകർ. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് MJ പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, വിവരങ്ങൾ, വിശദാംശങ്ങൾ. SKN മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ 3-ാം ദിവസവും ശബരിമലയിൽ തീർത്ഥാടക തിരക്കാണ്. പുലർച്ചെ നട തുറന്ന സമയം മുതൽ തന്നെ വലിയ ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്തേക്ക് ഉള്ളത്. ആ തീർത്ഥാടന തിരക്ക് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 70,000-ഓളം തീർത്ഥാടകർ ഇതിനോടകം തന്നെ ശബരിമല ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ തന്നെ ഔദ്യോഗിക കണക്ക് പറയുന്നത്. വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയാണ് 9 മണിവരെ 70,000 തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുള്ളത്. നിലവിൽ 5,000-ൽ താഴെ തീർത്ഥാടകരാണ് ഇന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 75,000-ഓളം തീർത്ഥാടകർ ഇന്ന് രാത്രി 11 മണിക്ക് നടയടയ്ക്കുന്നത് വരെ ദർശനം നടത്തുമെന്നതാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കണക്കുകൂട്ടൽ. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ തിരക്ക് കൂടുന്നുണ്ടെങ്കിലും മണിക്കൂറുകൾ കാത്തു നിൽക്കാതെ വളരെ വേഗത്തിൽ തന്നെ അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നു എന്നുള്ള ഒരു ആശ്വാസമാണ് ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നത്. കാരണം മണിക്കൂറുകളോളം നിലവിൽ മുൻകാലങ്ങളിലേതിന് സമാനമായി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ തീർത്ഥാടകർക്ക് അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. അത് പ്രധാനമായും പോലീസ് ഈ ശബരിമലയിൽ ഏർപ്പെടുത്തിയ ചില ക്രമീകരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 18-ാം പടിയിലെ ക്രമീകരണം തന്നെയായിരുന്നു. കാരണം 18-ാം പടിയിൽ ഇപ്പോൾ ഏകദേശം 70 മുതൽ 80 വരെ തീർത്ഥാടകരാണ് 1 മിനിറ്റിൽ 18-ാം പടി ചവിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകർ നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയും ദർശനത്തിനായി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ശബരിമലയിൽ ഇല്ല. ഇപ്പോൾ എന്തായാലും കൂടുതൽ തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് 11 മണിക്കാണ് ഹരിവരാസനത്തോടു കൂടി തന്നെ ശബരിമല നടയടയ്ക്കുന്നത്. നാളെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000-ന് മുകളിലാണ്. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ പ്രതിദിനം ഏകദേശം 80,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ല. 80,000-ന് മുകളിൽ തീർത്ഥാടകർ നാളെയും ശബരിമലയിൽ എത്തും. ഇന്ത്യ പാക് സമുദ്രാതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത 7 മത്സ്യത്തൊഴിലാളികളെ ഇന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മോചിപ്പിച്ചു. പാക് മാരിടൈം സെക്യൂരിറ്റി കപ്പലിനെ പിന്തുടർന്നാണ് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞത്. കടലിലെ കോസ്റ്റ് ഗാർഡ് ഓപ്പറേഷൻ്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു.
മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? ഇതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടി തീർച്ചയായും. SKN ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുമായി പോവുകയായിരുന്ന പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ കപ്പൽ നുസ്രത്തിനെ ഏതാണ്ട് 2 മണിക്കൂറോളം കോസ്റ്റ് ഗാർഡ് ഷിപ്പ് പിന്തുടർന്നു. അതിനുശേഷം അതിനെ വളഞ്ഞു പിടിച്ചതിന് ശേഷമാണ് മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ശക്തമായ നിലപാട് എടുത്തു. അതിന് പിന്നാലെയാണ് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ സാധിച്ചത്. 7 പേരെയും തീരത്തേക്ക് എത്തിക്കുകയും അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നടപടിക്രമങ്ങൾക്കൊക്കെ ഇടെ ഇവർ സഞ്ചരിച്ച മത്സ്യബന്ധന ബോട്ട്, കാലഭൈരവ എന്നൊരു ബോട്ട്, അത് നശിച്ചു, പൂർണ്ണമായി തന്നെ നശിച്ചു, കടലിൽ മുങ്ങി എന്നതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് സാഹചര്യത്തിലാണ് ഒരു ബോട്ട് അപ്പാടെ മുങ്ങുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എന്നത് അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും സമുദ്രാതിർത്തി ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ കപ്പൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ പിടികൂടി കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. സമയബന്ധിതമായി വളരെ വേഗത്തിലുള്ള ഒരു നടപടിയിലൂടെയാണ് കോസ്റ്റ് ഗാർഡിനെ ഈ മത്സ്യത്തൊഴിലാളികളെ തിരികെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അവർ ഒരുപക്ഷെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ പൂർണ്ണമായി തന്നെ ആയി കഴിഞ്ഞാൽ പിന്നീട് അവരെ വിട്ടുകിട്ടുക വളരെ ശ്രമകരമായ ജോലിയാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനു മുൻപേ തന്നെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞത് അതൊരു നിർണായക നീക്കമായി കണക്കാക്കേണ്ടി വരും. അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനുണ്ടായത്. എന്തായാലും ശക്തി ഉപയോഗിച്ച് തന്നെ അവരെ മോചിപ്പിക്കാൻ നമുക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മുനമ്പം ഭൂമി പ്രശ്ന പരിഹാരത്തിൽ നിർണായക ഇടപെടലുമായി മുസ്ലിം ലീഗ്. ലത്തീൻ ബിഷപ്പുമാരുമായി ലീഗ് നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ലീഗിൻ്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്ത് മുനമ്പം ഭൂസംരക്ഷണ സമിതി രംഗത്ത് വന്നു. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് ശിഹാബ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് മെത്രാൻ സമിതിയുമായി ചർച്ച നടത്തിയത്. വരാപ്പുഴ അതിരൂപത ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. മുനമ്പം വിഷയം പരിഹരിക്കാൻ മുൻകൈയെടുക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ ഉറപ്പ്. ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ പിതാക്കന്മാരുമായിട്ടുള്ള ആ ഒരു കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത്. പ്രശ്നപരിഹാരത്തിനായി മുസ്ലിം ലീഗ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും മുൻപം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട്, പ്രത്യേകിച്ച് മുൻപം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. ലീഗിന്റെ ഇടപെടലിനെ ഭൂസംരക്ഷണ സമിതിയും സ്വാഗതം ചെയ്തു. തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം സംഘടനകളെല്ലാം പറയുന്നു ശാശ്വതമായ ഒരു പരിഹാരം ഇവിടുത്തെ വിഷയത്തിൽ 610 കുടുംബങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് ആ ഒരു നിലപാടിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമാനങ്ങൾ ഏറെയാണ്. 24 കൊച്ചി. എന്തായാലും ലീഗിൻ്റെ ഈ ശ്രമം വളരെ അഭിനന്ദനാർഹമാണ്. വർഗീയ സാധ്യതകളൊക്കെ ആളുകൾ വർഗീയ ചൂഷണങ്ങളൊക്കെ അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്ന ഈ കാലത്ത് അതിനപ്പുറം കടന്ന് രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഒന്നിച്ചു പോകാനുള്ള സാധ്യതകളാണ് ലീഗ് എന്ന് ആരാഞ്ഞത്. നല്ല നീക്കമായിട്ട് അതിനെ കാണണം. മറ്റൊരു വാർത്ത സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് അറിയിക്കുന്നു. നിർമ്മാണം നടക്കുന്ന പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമൊഴി പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഇന്ന് ഇടിഞ്ഞ് തകർന്നത്. ഇന്ന് രാത്രി 7 മണിക്കായിരുന്നു ഈ അപകടം ഉണ്ടായത്. മുനമ്പത്തെ റീസർവേയെ ചൊല്ലി മന്ത്രിമാർക്കിടയിൽ ഭിന്നത. 3ാം ഘട്ട റീസർവേയിൽ മുനമ്പത്തെ ഉൾപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ 24 പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് മുനമ്പത്ത് റീസർവേ നടത്താൻ നീക്കമെന്ന റിപ്പോർട്ട് ചിലരുടെ ഭാവനാപരമായ എഴുത്താണെന്ന് മന്ത്രി രാജീവ് വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ചേരാനിരിക്കെയാണ് റവന്യൂ നിയമമന്ത്രിമാർക്കിടയിൽ റീസർവേ ചൊല്ലി ഭിന്നത. റീസർവേ നടത്തണമെന്നാണ് മുനമ്പം ജനതയുടെ ആവശ്യമെങ്കിൽ സർക്കാർ തയ്യാറാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റീസർവേ നടത്തുന്ന കാര്യത്തിൽ ഒരു മടിയും ഗവൺമെന്റ് ഉണ്ടാകില്ല. 3ാം ഘട്ട റീസർവേയിൽ അക്കാര്യം കൂടി ഉൾപ്പെടുത്തി ആവശ്യമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി പോകാൻ കഴിയുന്നതാണ്. അതേസമയം റീസർവേ നടത്താൻ സർക്കാർ നീക്കമെന്ന റിപ്പോർട്ട് മന്ത്രി പി രാജീവ് തള്ളി. ഞങ്ങളുടെ മുമ്പിലല്ലോ, ഓരോരുത്തർ അവരവരുടെ ഭാവനയും ധാരണയ്ക്കനുസരിച്ച് എഴുതുന്നതായിരിക്കും. മുനമ്പം ഒരു ശാശ്വത പരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്.
അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവിടത്തുകാരായ സാധാരണക്കാരായ ജനങ്ങളെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല. അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ പരിഹാരത്തിലേക്ക് പോകാനാവൂ എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി പി രാജീവ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രദേശവാസികളുടെ നിരാഹാര സമരം 37-ാം ദിവസത്തിലേക്ക് കടന്നു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ച മുനമ്പത്ത് വിവിധ ക്രൈസ്തവ സഭകളുടെ വൈദികന്മാർ സമരകേന്ദ്രം സന്ദർശിച്ചു. 24 കൊച്ചി. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക്. ഹലോ, പോലീസ് സ്റ്റേഷനാണോ? പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അമ്മുവിൻ്റെ മാതാവിൻ്റെയും അധ്യാപകരുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തി. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ABVP പ്രവർത്തകർ ഇന്ന് കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിശദ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാം. 1-2 ചെറിയ ഇൻസിഡൻസ്, അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് നഷ്ടപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ക്ലാസ് ടീച്ചർ വന്ന് പറയാറുണ്ടായിരുന്നു. ആരാന്നൊന്നും വ്യക്തമല്ല, നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ടൂറിന് പോകണമെന്നൊരു ടീച്ചർ ക്ലാസ്സിൽ ഈ കുട്ടിയെ ടൂർ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു. അതുമായി ബന്ധപ്പെട്ട് 1-2 കുട്ടികൾ തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്യേണ്ട വിഷയങ്ങളൊന്നും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ലെന്ന് ക്ലാസ് ടീച്ചർ സമിത ഖാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു. ആ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ആരെയും അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ കുട്ടികളാണെങ്കിലും അവരും ഇറങ്ങിപ്പോവല്ലേ, പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള ധാരണയിൽ പോയി. പക്ഷെ നമ്മളത് വീട്ടുകാരോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും എല്ലാം പോകട്ടെ എന്നുള്ളത്. അപ്പോൾ അവർ അമ്മയെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കുകയും അവരതിൻ്റെ സൊല്യൂഷൻ പറയുകയും എല്ലാം നമ്മളത് അങ്ങനെ അങ്ങ് വിട്ടു. കാരണം ഇറങ്ങിപ്പോകുന്ന കുട്ടികളെ നമുക്ക് ഒരു തെളിവില്ലാതെ നമുക്ക് ആരെയും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അമ്മുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. ആരോഗ്യ സർവകലാശാല സംഭവത്തിൽ അന്വേഷണം നടത്തണം. അതേസമയം അമ്മുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചതിനു ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. 24 പത്തനംതിട്ട. മറ്റൊരു വാർത്തയിലേക്ക്. മംഗളൂരു റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ 3 യുവതികൾ മുങ്ങി മരിച്ച സംഭവത്തിൽ റിസോർട്ട് ഉടമയും മാനേജരും അറസ്റ്റിലായി. റിസോർട്ടിൻ്റെ ട്രേഡ് ലൈസൻസും ടൂറിസം പെർമിറ്റും റദ്ദാക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ സ്വിമ്മിംഗ് പൂൾ പ്രവർത്തിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഉള്ളാലിലെ വാസ്കോ ബീച്ച് റിസോർട്ട് ഉടമ മനോഹർ, മാനേജർ ഭരത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വിമ്മിംഗ് പൂൾ പ്രവർത്തിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ആവശ്യമായ സുരക്ഷാ ജീവനക്കാർ റിസോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അപകടത്തിൽപ്പെട്ട യുവതികൾ നിലവിളിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പോലീസ് പറയുന്നു. പൂളിൽ 6 അടി ആഴമുണ്ടായിട്ടും സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. ഇന്നലെ രാവിലെയാണ് പൂളിൽ കുളിക്കാനിറങ്ങിയ മൈസൂരു സ്വദേശികളായ 3 യുവതികൾ മുങ്ങി മരിച്ചത്. കുളിക്കുന്നതിനിടെ ഒരാൾ കുളത്തിന്റെ 6 അടി താഴ്ചയുള്ള ഭാഗത്ത് അകപ്പെടുകയായിരുന്നു. സുഹൃത്തിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് മറ്റ് 2 പേർ കൂടി അപകടത്തിൽപ്പെട്ടത്. 24 മംഗളൂരു. ഉറക്കം കെടുത്തിയ കുറുവ മോഷണ സംഘത്തിലെ സന്തോഷ് സെൽവത്തെ പിടികൂടിയതിൻ്റെ ആശ്വാസത്തിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരിക്കാർ. പ്രതി സന്തോഷ് സെൽവത്തിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുത്തു. ഇയാൾക്കൊപ്പം കുണ്ടന്നൂരിൽ നിന്നും പിടികൂടിയ തമിഴ്നാട്ടിലെ മണികണ്ഠനെ ചോദ്യം ചെയ്തു വരുന്നു. ഇയാൾ പ്രതിയാണോ എന്ന് ഇപ്പോഴും പോലീസ് ഉറപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കറിയുന്ന പോലെ മണ്ണഞ്ചേരിക്കാർക്ക് ഇപ്പോഴും ഭീതി ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. മറ്റ് 14 ആളുകൾ കൂടി പുറത്തുണ്ട് ഈ കുറുവ മോഷ്ടാക്കൾക്കിടയിൽ എന്നുള്ളതാണ് അവിടെ ഉറക്കം കെടുത്തുന്നത്. കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം സന്തോഷ് സെൽവത്തിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠൻ നിരവധി മോഷണക്കേസുകളിൽ പ്രതിയും കുറുവ സംഘത്തിന്റെ ഭാഗമാണെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇപ്പോൾ നടന്ന മോഷണ പരമ്പരകളിൽ ഇയാളുടെ പങ്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കുറുവ സംഘത്തിന്റെ മോഷണം സംശയിക്കുന്ന വടക്കൻ പറവൂരിലും പുന്നപ്രയിലും ഇയാൾ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ ചോദ്യം ചെയ്തു വരികയാണ്. മണ്ണഞ്ചേരിയിൽ സന്തോഷ് സെൽവത്തിനൊപ്പം വീടുകളുടെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തുകയറി സ്ത്രീകളുടെ സ്വർണം കവർന്ന രണ്ടാമനെക്കുറിച്ച് വിവരം ലഭിച്ചതായി പോലീസ് അറിയിച്ചു. സന്തോഷിനായി പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും.
കുറുവ സംഘത്തിൽപ്പെട്ട 14 പേരാണ് മോഷണങ്ങൾക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. സന്തോഷിലൂടെയും മണികണ്ഠനിലൂടെയും കൂടുതൽ പ്രതികളിലേക്ക് എത്താമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. ചേർത്തല, മണ്ണഞ്ചേരി, പുന്നപ്ര എന്നിവിടങ്ങളിൽ പോലീസും നാട്ടുകാരും ചേർന്നുള്ള രാത്രികാല പെട്രോളിംഗ് ഇപ്പോഴും തുടരുകയാണ്. 24 ആലപ്പുഴ. ഇപ്പോഴൊരു വാർത്ത വരുന്നു. ഇടുക്കി അടിമാലിയിൽ ഹോട്ടൽ ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷ്യ വിഷബാധ. അടിമാലിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. അടൂരിൽ നിന്ന് മൂന്നാർ സന്ദർശിക്കാനെത്തിയ ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററിലെ 45 പേർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായി എന്ന് പറയുന്നു. ഇവരെ അടിമാലി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയെ തുടർന്ന് അടിമാലിയിൽ നിന്ന് വിദ്യാർത്ഥികൾ ആഹാരം കഴിച്ച ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു. വിവാദങ്ങൾക്കിടെ നയൻതാരയുടെ വിവാഹ ഡോക്യുമെൻ്ററി നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ പുറത്തിറങ്ങി. നയൻതാരയുടെ പിറന്നാൾ ദിനമായി ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയത്. നടൻ നിർമ്മാതാവുമായ ധനുഷിൻ്റെ വക്കീൽ നോട്ടീസ് വകവയ്ക്കാതെ നാനും റൗഡിദാൻ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നെടുത്ത ദൃശ്യങ്ങളും ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 സെക്കൻഡാണ് ഈ ഉൾപ്പെടുത്തിയ ദൃശ്യത്തിൻ്റെ ദൈർഘ്യം. വിവാദങ്ങൾക്കിടെ നെറ്റ്ഫ്ലിക്സിലൂടെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഒരു ചോദ്യം: ധനുഷ് നിർമ്മിച്ച നാനും റൗഡിദ എന്ന ചിത്രത്തിന്റെ ഭാഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉണ്ടാകുമോ? ധനുഷിന്റെ വക്കീൽ നോട്ടീസ് വകവയ്ക്കാതെ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചെടുത്ത ദൃശ്യങ്ങൾ നയൻതാര ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തി. നയൻതാരയും ചിത്രത്തിന്റെ സംവിധായകനായിരുന്ന വിഘ്നേഷും തമ്മിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഘ്നേഷും നയൻതാരയുമായി അടുപ്പത്തിലായത് നാനും റൗഡിദായുടെ ചിത്രീകരണത്തിനിടയിലാണ്. ഇത് സൂചിപ്പിക്കുന്ന ഭാഗത്താണ് ലൊക്കേഷനിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. വിഘ്നേഷ് മറ്റു ചില ആർട്ടിസ്റ്റുകളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിലുണ്ട്. ചിത്രത്തിന്റെയോ സെറ്റിലെയോ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ലെന്നായിരുന്നു ധനുഷിന്റെ വക്കീൽ നോട്ടീസിലെ ആവശ്യം. പിന്നാലെ നയൻതാര ധനുഷിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇരുപക്ഷവും പിടിച്ച് സഹതാരങ്ങളും ആരാധകരും സോഷ്യൽ മീഡിയയിലും കളം പിടിച്ചു. ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതിനു പിന്നാലെയും ഇരുഭാഗങ്ങളും തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ്. 24 ചെന്നൈ. ഡൽഹിയിൽ നിന്നൊരു വാർത്ത. ഡൽഹിയിലെ വായു മലിനീകരണ നിരക്ക് അതീവ ഗുരുതരാവസ്ഥയിലെത്തിയെന്ന വാർത്ത. പുകമഞ്ഞു കാരണം ദൃശ്യപരിധി കുറഞ്ഞത് റെയിൽ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു. വിഷയത്തിൽ കേന്ദ്ര ഡൽഹി സർക്കാരുകളെ സുപ്രീം കോടതി ഇന്ന് രൂക്ഷമായി വിമർശിച്ചു. മലിനീകരണ നിയന്ത്രണത്തിന് സ്വീകരിച്ച നിലപാടുകൾ സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കണമെന്ന് കേന്ദ്രത്തോടും ഡൽഹി സർക്കാരിനോടും സുപ്രീം കോടതി ഇന്ന് ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ ഗ്രാപ്പ് 4 പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഒറ്റ ഇരട്ടയക്ക നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്വകാര്യ വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാൻ കഴിയുക. 10-12 ഒഴികെയുള്ള ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനാക്കി. അവശ്യ സാധനവുമായി വരുന്ന ട്രക്കുകൾക്ക് മാത്രമേ ഡൽഹിയിലേക്ക് പ്രവേശനമുള്ളൂ. മലിനീകരണ തോത് ഉയർന്നതോടെ അതിശക്തമായ പുകമഞ്ഞാണ് ഡൽഹിയിൽ. ദൃശ്യപരിധി പലയിടത്തും 100 മീറ്ററിന് താഴെയായി. ദൃശ്യപരിധി കുറഞ്ഞതോടെ ഡൽഹിയിലേക്കുള്ള 5 വിമാനങ്ങൾ ജയ്പൂരിലേക്കും ഡെറാഡൂണിലേക്കും വഴിതിരിച്ചുവിട്ടു. ഡൽഹിയിൽ നിന്നുള്ള വിമാനങ്ങൾ പുറപ്പെടാൻ വൈകി. വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ച സുപ്രീം കോടതി നടപടികൾ വൈകിപ്പിച്ചതിൽ കേന്ദ്ര ഡൽഹി സർക്കാരുകളെ വിമർശിച്ചു. ഗ്രാപ്പ് 3ഉം 4ഉം നടപ്പിലാക്കാൻ കാത്തിരുന്നത് തെറ്റായ സമീപനം. മാലിന്യമുക്തമായ അന്തരീക്ഷം പൗരനൊരുക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതയാണെന്നും സുപ്രീം കോടതി. 12ാം ക്ലാസ് വരെയുള്ളവർക്ക് പഠനം പൂർണ്ണമായി ഓൺലൈനാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ഇടുക്കി അടിമാലിയിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷ്യവിഷബാധയേറ്റു എന്ന സംശയം. മൂന്നാർ സന്ദർശിക്കാനെത്തിയ അടൂരിലെ ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററിലെ 45 പേരെയാണ് അടിമാലി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നു. രാഹുൽ, ശരിക്കും ഇവിടെ ഉണ്ടല്ലോ രാഹുൽ വിജയൻ. പറയൂ രാഹുൽ വിജയൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SK അടൂരിൽ നിന്ന് 93 പേരുടെ ഒരു സംഘമാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയത്. 3 ദിവസത്തെ യാത്രയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ടും ഈ അടിമാലിയിലെ സഫയർ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചത്. ഉച്ചയ്ക്ക് മൂന്നാറിലേക്ക് സഫയർ ഹോട്ടലുകാർ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയായിരുന്നു. വൈകിട്ട് അടിമാലിയിൽ എത്തി ഇവർ നേരിട്ട് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്തു. ഇതിനുശേഷം രാത്രി 12 മണിയോടുകൂടി ഈ കൂട്ടത്തിലുള്ള കുട്ടികൾക്ക്, അതായത് വിനോദസഞ്ചാര സംഘത്തിലുണ്ടായിരുന്ന 45 കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. ഉടൻ തന്നെ അടിമാലിയിലെ മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ എത്തി ഡോക്ടർമാരുടെ പരിശോധനയിലാണ് ഇന്നിപ്പോൾ അത് ഭക്ഷ്യവിഷബാധയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 45 കുട്ടികൾക്കും അതുപോലെ തന്നെ 2 അധ്യാപകർക്കുമാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. എന്തായാലും ഈ ഹോട്ടലിനെതിരെ ആരോഗ്യ വകുപ്പ് താൽക്കാലികമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഈ ഹോട്ടലിനെതിരെ മുമ്പും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.
ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. റഫീഖ് വി പി പറഞ്ഞ SKN ആർക്കുമെതിരെയും 24 നിലപാട് പറയില്ല എന്ന് കരുതുന്നു. സത്യം പറയാൻ 24 നിലകൊള്ളുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും നമ്മൾ നിലപാട് പറയില്ല. ഇന്ന് നമ്മളുടെ ഈ കൊട്ടിക്കലാശം കണ്ട പ്രേക്ഷകർക്കറിയാം, വളരെ കൃത്യമായിട്ട് നമ്മൾ LDF കാണിച്ച അടുത്ത UDF കാണിക്കും, അടുത്തത് നമ്മൾ NDA കാണിക്കും. ഇതുപോലെ ചെയ്ത ഒരു സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും മത്സരിച്ച് അഭിനയിച്ച ഹരികൃഷ്ണൻസ് എന്ന സിനിമ. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ഷോട്ടിൽ മോഹൻലാൽ വന്നാൽ അടുത്ത ഷോട്ടിൽ മമ്മൂട്ടി ഉണ്ടാകും. ഒരു ഡയലോഗ് മമ്മൂട്ടി പറഞ്ഞാൽ അടുത്ത ഡയലോഗ് മോഹൻലാൽ പറയും. 3 ഡയലോഗ് മമ്മൂട്ടി പറഞ്ഞാൽ 3 ഡയലോഗ് മോഹൻലാലും പറയും. അങ്ങനെ ഫാസിൽ വളരെ കൃത്യതയോടെ നിർമ്മിച്ച സിനിമയായിരുന്നു അത്. അതേ കൃത്യത പാലിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ നമ്മൾ എന്താ ചെയ്യുക? തമിഴ്നാട്ടിൽ നിന്നൊരു വാർത്ത. തിരുച്ചെന്തൂർ, നിങ്ങൾക്കറിയാം, തിരുച്ചെന്തൂരിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. ഈ ക്ഷേത്രത്തിൽ ആനയുടെ ചവിട്ടേറ്റ് 2 പാപ്പാന്മാർക്ക് ദാരുണ അന്ത്യമുണ്ടായി. ഇന്ന് 1-ാം പാപ്പാൻ ഉദയനും 2-ാം പാപ്പാനായ സഹോദരൻ ശിശുപാലനുമാണ് മരിച്ചത്. ഭക്ഷണം നൽകുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. സേലത്ത് 2 സ്കൂൾ വിദ്യാർത്ഥികൾ ട്രെയിനിടിച്ച് മരിച്ചതും ഇന്നത്തെ സംഭവമാണ്. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൂത്തുക്കുടിയിലെ തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ആനയുടെ പാപ്പാനായ ഉദയനും ബന്ധു ശിശുപാലനും ചേർന്ന് ആനയ്ക്ക് ഭക്ഷണം നൽകാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഇവരെ കണ്ടതോടെ ദേവയാനി എന്ന ആന അക്രമവാസന കാട്ടി. പിന്നാലെ 2 പേരെയും ചവിട്ടിക്കൊന്നു. ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്കായില്ല. ശിശുപാലൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉദയന്റെ ജീവനും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ തിരുച്ചെന്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആനയെ വിദഗ്ധ ഡോക്ടേഴ്സ് എത്തി പരിശോധിച്ചു. സേലത്ത് പുതിരഗൗഡം പാളയത്താണ് +1 വിദ്യാർത്ഥികൾ ട്രെയിനിടിച്ച് മരിച്ചത്. സേലം സ്വദേശികളായ ദിനേശും അരവിന്ദും മൊബൈലിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ട്രാക്കിലൂടെ നടന്നു വരുമ്പോഴായിരുന്നു അപകടം. 24 ചെന്നൈ. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഇന്ന് രാജിവെച്ച ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് BJP ചേർന്നു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു അദ്ദേഹം. ആം ആദ്മി പാർട്ടി വിടാനുള്ള തീരുമാനം ഒറ്റ ദിവസം കൊണ്ട് എടുത്തതല്ലെന്ന് കൈലാഷ് ഗെഹ്ലോട്ട് പറയുന്നു. ആം ആദ്മി സ്ഥാപക നേതാക്കളിൽ ഒരാളായ കൈലാഷ് ഗെഹ്ലോട്ട് ഇന്നലെയാണ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചത്. പിന്നാലെ കൈലാഷ് ഗെഹ്ലോട്ട് രാഷ്ട്രീയ കളം മാറ്റിച്ചവിട്ടി. BJPയിലേക്കുള്ള കൈലാഷ് ഗെഹ്ലോട്ടിന്റെ പ്രവേശത്തിന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ നേതൃത്വം നൽകി. BJP ഡൽഹി അധ്യക്ഷൻ വീരേന്ദർ സച്ദേവയും ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ആദർശങ്ങളിൽ വെള്ളം ചേർത്താണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തിക്കുന്നതെന്ന് കൈലാഷ് ഗെഹ്ലോട്ട്. अगर जिन वैल्यूज के लिए हम इकट्ठा है, जिन वैल्यूज के लिए आम आदमी पार्टी ज्वाइन की, अगर वो बिल्कुल कॉम्प्रोमाइज्ड होते हुए अगर देखने को मिली तो फिर कहीं ना कहीं पीड़ा, और ये मेरे शब्द हो सकते हैं, लेकिन मैं गारंटी के साथ कहता हूं कि इन शब्दों के पीछे वो लाखों हजारों कार्यकर्ताओं की आवाज है. കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടി വിട്ടതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞുമാറി. ഡൽഹിയിലെ ആം ആദ്മിയുടെ ഏക ജാട്മുഖമായിരുന്നു കൈലാഷ് ഗെഹ്ലോട്ട്. ഗെഹ്ലോട്ടിനു പകരം രഘുവിന്ദർ ഷോക്കിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് ആപ്പിന്റെ തീരുമാനം. കൈലാഷ് ഗെഹ്ലോട്ട് കൈകാര്യം ചെയ്ത നിയമം, IT വകുപ്പുകൾ രഘുവിന്ദർ ഷോക്കിന് നൽകിയേക്കും. നംഗ്ലോയ് ജാട്ടിൽ നിന്നുള്ള MLA ആണ് രഘുവിന്ദർ ഷോക്കിൻ. ജാട്ട് വിഭാഗത്തിൽ നിന്ന് മറ്റൊരു പ്രതിനിധിയെ മന്ത്രിസഭയിലെത്തിക്കുന്നതിലൂടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടി മറികടക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ആപ്പ് നേതൃത്വം. 24 ഡൽഹി. പി ചന്ദ്രൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറയുന്നത്, എൻ്റെ 2 മക്കളും 24 ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക, അവരെ ഒന്ന് ആശംസിക്കണം. അവരെ ആശംസിക്കാൻ എന്താ, ഒരു വാർത്ത കാണട്ടെ, വാർത്ത കണ്ടിട്ട് അവർക്ക് ഉറങ്ങണമെന്നൊന്നും ഉറങ്ങട്ടെ. ഇനി നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളും അറിയിപ്പുകളും. കേരളം നാളെ. വയനാട്ടിൽ നാളെ UDF LDF ഹർത്താൽ. നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതും പുനരധിവാസത്തിലെ കാലതാമസം ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഔദ്യോഗിക വാഹനങ്ങൾ, ഉദ്യോഗസ്ഥർ, ശബരിമല തീർത്ഥാടകർ, ആശുപത്രി സർവീസുകൾ തുടങ്ങിയവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. EDM നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മലയാലപ്പുഴയിൽ നാളെ കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട്. പ്രതിഷേധ ധർണയിൽ കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ് തുടങ്ങിയ MPമാർ പങ്കെടുക്കും. വയനാട് വെള്ളമുണ്ട ഇലക്ട്രിക്കൽ സെക്ഷനിലെ വെള്ളമുണ്ട ടൗൺ ഭാഗത്ത് നാളെ വൈദ്യുതി മുടങ്ങും. രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ് നാളെ ഭാഗിക നിയന്ത്രണം.
കൊല്ലം ശാസ്താംകോട്ട DB കോളേജ് വജ്ര ജൂബിലി ആഘോഷം നാളെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈമിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. ഇനി പോലീസ് ഡയറിയുമായി സുഹൈൽ മുഹമ്മദ് വരുന്നു. എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.